ബ്ലാക്ക് ബോർഡ് ട്യൂഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഫ്രാക്ഷൻ്റെ കണ്ടിന്യൂവേഷനാണ്. നവോദയ സൈനിക് സ്കൂൾ എൻട്രൻസ് കോച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ക്ലാസ്. ഫ്രാക്ഷൻസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷനാണ് ഇന്ന് എടുക്കുന്നത്. അഡീഷനും സബ്ട്രാക്ഷനും കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിരുന്നു. അത് കാണാത്തവരെ നോക്കി മനസ്സിലാക്കുക. അതിനുശേഷം വേണം മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും മനസ്സിലാക്കാൻ. മൾട്ടിപ്ലിക്കേഷൻ വളരെ ഈസിയാണ്. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തമ്മിൽ ഇൻറ്റു ചെയ്താൽ മതി. ഒരു എക്സാമ്പിളോട് കൂടി ഞാനിത് വിശദമാക്കി തരാം. 3/5 ഇൻറ്റു 2/6. ഇപ്പോൾ എന്ത് ചെയ്യണം? ന്യൂമറേറ്റർ 3 2 3 ഇൻറ്റു 2 6, 5 ഇൻറ്റു 6 30, 6/30 വരും. ഇപ്പോൾ 6/30 നമുക്ക് എന്ത് ചെയ്യാം? 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 6/30 നമുക്കൊന്നുകൂടെ ചെറുതാക്കി എടുക്കാം. 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ തന്നെ 30 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പം 6നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1/5 ഫൈനൽ ആൻസറായിട്ട് വരും. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും പരസ്പരം ഇൻറ്റു ചെയ്തെടുത്താൽ മതി. ഇനി മിക്സഡ് ഫ്രാക്ഷൻ്റെ എങ്ങനെയാണെന്ന് നോക്കാം. 2 1/2 ഇൻറ്റു 3 1/2. അതിന് എന്ത് ചെയ്യണം? അത് ഇംപ്രോപ്പർ ആക്കിയിട്ടാണ് എളുപ്പം. ഇംപ്രോപ്പർ ആക്കാതെയും ചെയ്യാം, പക്ഷേ ഇംപ്രോപ്പർ ആക്കി ചെയ്യുന്നതാണ് കൂടുതൽ എളുപ്പമായിട്ട് വരുന്നത്. 2 ഇൻറ്റു 2 4, 4 + 1 5, 5/2 ഇൻറ്റു 3 ഇൻറ്റു 2 6, 6 + 1 7, 7/2. ഇനി ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും പരസ്പരം ഇൻറ്റു ചെയ്യുക. 35/4 വരും. 2 ഇൻറ്റു 2 4, 35/4. 35നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 4 8s are 32, റിമൈൻഡർ 3. അപ്പം ആൻസർ 8 3/4 ആണ് ഇതിൻ്റെ ആൻസർ. ഡിനോമിനേറ്റർ ഡിഫറെൻ്റ് ആണെങ്കിലും സെയിം ആണെങ്കിലും ഇവിടെ ഇൻറ്റു ചെയ്യാനൊന്നും പേടിക്കാനില്ല. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും പരസ്പരം ഇൻറ്റു ചെയ്ത് വെച്ചാൽ മതിയാവും. ഇനി നമുക്കിതിൻ്റെ ഡിവിഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഫ്രാക്ഷൻ്റെ ഡിവിഷൻ എളുപ്പമാണ്. ഇൻറ്റു പോലെ തന്നെ എളുപ്പമാണ് ഡിവിഷനും. പക്ഷേ റെസിപ്രോക്കൽ കാണണം. അപ്പം ഒരു ഫ്രാക്ഷൻ നമ്പറിനെ മറ്റൊരു ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ. ടു ഡിവൈഡ് എ ഫ്രാക്ഷൻ വിത്ത് അനദർ ഫ്രാക്ഷൻ, മൾട്ടിപ്ലൈ ദ ഫസ്റ്റ് ഫ്രാക്ഷൻ വിത്ത് ദ റെസിപ്രോക്കൽ ഓഫ് ദി സെക്കൻഡ് ഫ്രാക്ഷൻ. അതാണ് അതിൻ്റെ റൂള്. ടു ഡിവൈഡ് എ ഫ്രാക്ഷൻ വിത്ത് അനദർ ഫ്രാക്ഷൻ. ടു ഡിവൈഡ് എ ഫ്രാക്ഷൻ വിത്ത് അനദർ ഫ്രാക്ഷൻ. ടു ഡിവൈഡ് എ ഫ്രാക്ഷൻ വിത്ത് അനദർ ഫ്രാക്ഷൻ. ഒരു ഫ്രാക്ഷനെ മറ്റൊരു ഫ്രാക്ഷൻ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ദ ഫസ്റ്റ് ഫ്രാക്ഷൻ. ഫസ്റ്റ് ഫ്രാക്ഷനെ മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ദ ഫസ്റ്റ് ഫ്രാക്ഷൻ വിത്ത് ദ റെസിപ്രോക്കൽ ഓഫ് ദി സെക്കൻഡ് ഫ്രാക്ഷൻ. വിത്ത് ദ റെസിപ്രോക്കൽ ഓഫ് ദി സെക്കൻഡ് ഫ്രാക്ഷൻ. ഫസ്റ്റ് ഫ്രാക്ഷനെ സെക്കൻഡ് ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. റെസിപ്രോക്കൽ ഓഫ് സെക്കൻഡ് ഫ്രാക്ഷൻ. സെക്കൻഡ് ഫ്രാക്ഷൻ്റെ രണ്ട് ഫ്രാക്ഷനൂടെ റെസിപ്രോക്കൽ എടുത്തേക്കരുത്, സെക്കൻഡ് ഫ്രാക്ഷൻ്റെ മാത്രം. ഇതൊരു എക്സാമ്പിളിലൂടെ വിശദമാക്കി തരാം. 3/2 ഡിവൈഡഡ് ബൈ 2/6. അപ്പോൾ എന്ത് ചെയ്യണം? ഈ സെക്കൻഡ് ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കലാണ് എടുക്കേണ്ടത്. 3/2 ഇൻറ്റു 6/2. 3/2 ഇൻറ്റു 6/2. 6 ഇൻറ്റു 3 18, 18/4. 2 ഇൻറ്റു 2 4. ഇനി 18നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എഴുതിയാൽ മതിയാകും. 18 ഡിവൈഡ് ബൈ 4, 4 4s are 16/2. അപ്പം എങ്ങനെ വരും? 4 and 2/4. ഈ 2/4നെ വീണ്ടും ചെറുതാക്കാം. ഞാൻ നേരത്തെ ഒന്ന് ചെയ്തിട്ടിട്ടുണ്ട്. 2/4നെ 2നെ 2 കൊണ്ടും 4നെ 2 കൊണ്ടും ഡിവൈഡ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഫോം കിട്ടും നമുക്ക്. ഈസ് ഈക്വൽ ടു 4 1/2 ആണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഫ്രാക്ഷൻ നമ്പറിനെ മറ്റൊരു ഫ്രാക്ഷൻ നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്യുകയും അതുപോലെ ഡിവൈഡ് ചെയ്യുകയും മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്ത്. ഇംപ്രോപ്പർ മിക്സഡ് ഫ്രാക്ഷൻ വന്നാലും ഇത് സെയിം തന്നെയാണ്. അതിനെ ഇംപ്രോപ്പർ ആക്കിയിട്ട് രണ്ടാമത്തെ ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കൽ എടുക്കുക. എന്നിട്ട് ആ റെസിപ്രോക്കൽ കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതിയാകും. അപ്പോൾ ഇന്ന് ഈ ഫ്രാക്ഷൻ നമ്പറിൻ്റെ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി മറ്റൊരു ക്ലാസ്സുമായിട്ട് അടുത്ത ക്ലാസ്സിലെത്താം. ഇതോടെ ഫ്രാക്ഷൻ നമ്പറിൻ്റെ ഏകദേശം ക്ലാസ് കഴിഞ്ഞു. ഇനി അടുത്ത ദിവസം നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.